ഹലോ സുഹൃത്തുക്കളെ, ഇന്നലെ നിങ്ങൾ കണ്ടു എങ്ങനെ ഹൗ ടു ഡ്രോ ഹെക്സഗൺ. എത്ര സൈഡാണ് ഹെക്സഗണിന്? 6 സൈഡ്. ഇന്ന് ഐ വിൽ ഡ്രോ പെൻഡഗൺ. ഹൗ ടു ഡ്രോ പെൻഡഗൺ ഐ വിൽ ഷോ യു the easy method. Okay, just make a square. Draw with HB pencil, otherwise you cannot rub. After that just divide two equal part. രണ്ട് വശമായിട്ട് ഡിവൈഡ് ചെയ്യും. സെൻറ്ററിലൊരു പാർട്ട്, ഇവിടെയും ഈക്വൽ. ജസ്റ്റ് ഡിവൈഡ് ഈക്വൽ ഹിയർ. ഇവിടെ മാത്രം ഒരു കുറച്ചൊരു മാറ്റം. ഈ രണ്ട് സൈഡ് ഈക്വൽ, ഇവിടെ കുറച്ച് വലുതാണ്. ദിസ് ഇസ് വെരി ബിഗ്. ആൻഡ് ഓക്കെ, ദെൻ ഐ വിൽ ഷോ യു ഹൗ ടു ഡ്രോ. ജസ്റ്റ് ജോയിൻ ടുഗദർ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പെൻഡഗൺ. പെൻഡഗൺ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 സൈഡ്. അപ്പോൾ ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ് വ്യൂ, അതായത് നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അല്ലേ, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇത് വാനിഷിങ്, ഈ ലൈൻ ഇടണം, അവിടെ പോയി വാനിഷ് ചെയ്യുന്ന രീതിയിലാക്കണം. ഓക്കെ, അപ്പോൾ പെൻഡഗൺ ഈ സൈഡ് വരച്ചു. ഇനി 1 അലൂമിനിയം പോട്ട് ഹിയർ. ഒരു അലുമിനിയം പാത്രം ഇവിടെ വരയ്ക്കാൻ നമുക്ക്. അലുമിനിയം അത് നമ്മൾ സാധാരണ ഉള്ള പാത്രമാണ്. എല്ലാ വീടിനകത്തും മിക്കവാറും ഈ പാത്രങ്ങൾ കാണും. അതിൻ്റെ ഷേപ്പ് നോക്കണം മുകളിൽ വരയ്ക്കുമ്പോൾ. ഹൗ ടു ഡ്രോ ദ ഷേപ്പ് ഹിയർ. ആൻഡ് ഇവിടെ അതിൻ്റെ മുകൾവശം അത് നമ്മൾ യോജിപ്പിച്ചു. ഇതൊക്കെ മോഡൽ വയ്ക്കുമ്പോൾ മോഡൽ അതേപോലെ നോക്കി നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടും. അതിനൊന്നും സ്ക്വയറോ ഒന്നും വേണ്ട. ഡ്രോ ഈസിലി ലൈക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്. Okay, then here another. This is very common. ഞങ്ങളുടെ ടിഫിൻ ബോക്സാണ് വരയ്ക്കുന്നത്. അത് സ്റ്റീലാണ്. ടിഫിൻ ബോക്സ് സ്റ്റീൽ അല്ലേ, സ്റ്റീലിൻ്റെ ഒരു ടിഫിൻ ബോക്സാണ് വരയ്ക്കുന്നത്. All are using ടിഫിൻ ബോക്സ്. Then next time you just observe it. What is the shape of that? ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഇത് സൈഡ് ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്യണം. കാരണം വാനിഷിങ് കിട്ടണം നമുക്ക്. വാനിഷിങ് ആൻഡ് പെർസ്പെക്റ്റീവ് ലൈൻ ഇങ്ങനെ പോകണം, പെർസ്പെക്റ്റീവ് വരയ്ക്കാൻ. അപ്പോൾ ഇതിങ്ങനെയായി. ഇനി ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുമ്പോൾ ആദ്യം ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ അൺവാണ്ടഡ് ലൈൻ, റബ് ദ അൺവാണ്ടഡ് ലൈൻസ്. കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല മലയാളം മാത്രം പറഞ്ഞിട്ട്. അതുകൊണ്ട് കുറച്ച് ചെറിയ ഇംഗ്ലീഷും കൂടി നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെയാണ്. അപ്പോൾ ചെറിയ വേർഡ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൂടി ആകുമ്പോൾ കുറച്ച് സൗകര്യമാവും. ഓക്കെ ഓക്കെ ആഫ്റ്റർ ഡ്രോയിങ് യു റബ് അൺവാണ്ടഡ് ലൈൻസ്. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ മായ്ച്ച് കളയണം. ആവശ്യമില്ലാത്ത ലൈൻസ് മാറ്റിട്ട് ഇത് റബ് ചെയ്ത് ജസ്റ്റ് മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ഷെയ്ഡിങ്. ലൈറ്റ് ഫ്രം ദിസ് സൈഡ്. എവിടെ നിന്നാണ് ലൈറ്റ് വേണ്ടത്? ഇന്ന് ലൈറ്റ് ഈ സൈഡിൽ നിന്ന് തന്നെയാവാം. ഓക്കെ, ലൈറ്റ് ഫ്രം ഹിയർ. ഓക്കെ, ഷെയ്ഡിങ് വിത്ത് യു കെൻ സ്റ്റാർട്ട് വിത്ത് 4B pencil, 6B pencil, 8B pencil. That is not a problem. Okay, then here light. When you come here down, താഴേക്ക് വരും തോറും കുറച്ച് ഡാർക്ക് ആക്കുക. ഒന്ന് മുകളിൽ കാണുന്നതിനേക്കാളും കുറച്ച് ഡാർക്ക് താഴെ. ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ മീഡിയം ടോൺ. ബിക്കോസ് ഇവിടുന്ന് ലൈറ്റ് വരുമ്പോൾ മറഞ്ഞിരിക്കുകയാണ്. ദിസ് സൈഡ് വിൽ ബി just okay, that side on. Okay, side മറഞ്ഞിരിക്കുന്നു. മീഡിയം ടോൺ, otherwise half tone. Okay, then here full dark. This side
Okay, then pentagon is over. Okay, and how to shade this aluminum pot? Always this pot, light and medium here. Okay, the shape will be like that. ഇങ്ങനെയുള്ള ഷേപ്പ് അല്ലേ, ഇവിടെയാണ് ലൈറ്റ് വീഴുക, ഇവിടെ ലൈറ്റ് വരില്ല, അതാണ് ഒരു ഷേപ്പ് ഇവിടെ വരുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. സ്റ്റാർട്ട് ഫ്രം ഹിയർ, ഡാർക്ക്, ജസ്റ്റ് മെർജ് നൈസ്ലി, നോ. ഓക്കെ, aluminum pot, light here, then here light. Just make this line dark, and inside just make full dark. Okay, light, medium. Here light, medium only, no need dark color here because the top side now. ഇത് മുകളിലാവുക കാരണം നമുക്ക് ലൈറ്റ് മീഡിയം മാത്രം മതി, ലൈറ്റ് ടോൺ, മീഡിയം ടോൺ. കാരണം ലൈറ്റ് ഫ്രം ഹിയർ, ലൈറ്റ് ഫോളോയിങ് ദിസ് സൈഡ് ഓൺലി. ഓക്കെ, ആൻഡ് ഡൗൺ മേക്ക് ഡാർക്ക്, ഹിയർ ഷെയ്ഡ് ഡാർക്ക്ലി, നല്ല ഡാർക്ക് വരണം. ഇവിടെ വരുമ്പോൾ മീഡിയം, middle tone, that means half tone, medium tone, and make it here. No need light, just make a medium and dark, because light falling here, this is coming down, no? Okay, light will not fall here. Okay, now medium, down, medium and dark. Here light and medium. Just make it more dark because light from here ഇതിവിടെ മറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടേക്ക് ഷാഡോ കൂടുതൽ വരും. പിന്നെ ഇത് സ്റ്റീൽ പാത്രമാണ്. സ്റ്റീൽ പാത്രം എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് കണ്ടില്ലേ? ഹൗ ടു ഡ്രോ സ്റ്റീൽ ഒബ്ജക്റ്റ് ആൻഡ് ഡാർക്ക് ലൈറ്റ്. ഇതിങ്ങനെ മെർജ് ചെയ്യാൻ പാടില്ല, കൂടെ യോജിപ്പിക്കാൻ പാടില്ല. ഷുഡ് നോട്ട് മെർജ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് മേക്ക് കട്ട് ഷെയ്ഡ് ലൈക്ക് ദിസ്. ഡാർക്ക് പോർഷൻ, ലൈറ്റ് പോർഷൻ, മേക്ക് ഇറ്റ് സെപ്പറേറ്റ്ലി. Here light, vertical, make it vertically, the shade now. Should not merge each other. So steel object, what is the difference? I already you have seen last classes, no? ഇതെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, എന്താ ഡിഫറൻസ് എന്ന് കണ്ടു. ലൈറ്റ്, medium, here this dark portion, make it more dark. Steel object now. See the shading? കണ്ടില്ലേ എല്ലാവരും? ഈ ഷെയ്ഡിങ്ങിൻ്റെ വ്യത്യാസം കണ്ടോ? ഇത് സ്റ്റീൽ ഒബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ ഷാഡോ മേക്ക് ഷാഡോ മോർ ഡാർക്ക്. നല്ല ഡാർക്കായിട്ട് ഷാഡോ ചെയ്യണം. ഇതിൻ്റെ ഷാഡോ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, now ഓക്കെ ടുഡേ ഇതെങ്ങനെയുണ്ടെന്ന് ഇന്നലെ എല്ലാവരും കണ്ടു. ഹെക്സഗൺ കണ്ടു, അതിന് 6 വശം, അതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് കണ്ടു. ഇത് 5 വശം ഇന്ന്, അതിന് പെൻറ്റഗൺ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് കണ്ടു. ഇതിൻ്റെ വാനിഷിങ് ഇട്ട് വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ വരച്ച് ഇത്ര മാത്രം. അപ്പോൾ ഇന്നത്തെ മോഡൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പെൻറ്റഗൺ, പിന്നെ ഒരു അലുമിനിയം പോട്ട്. അലുമിനിയം പോട്ടിൻ്റെയും
വെസലിൻ്റെയും സ്റ്റീൽ വെസലിൻ്റെയും ഷെയ്ഡിങ്ങിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? ക്ലിയറാക്കി വരയ്ക്കണം. ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്ന കാരണം ഈ സൈഡ് ചിലപ്പോൾ വ്യത്യാസം വന്ന് കാണും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രം. ഓക്കെ, just practice all the time. Whenever you are free, just make a paper, just practice like that. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പെൻറ്റഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും കാര്യം മറക്കരുത്. പെൻറ്റഗണിന് 5 സൈഡാണ്, ഹെക്സഗണിന് 6 സൈഡാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒബ്ജക്റ്റുകൾ പരിചയപ്പെടുത്താം. ഓക്കെ, ബൈ.